നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് വൈജ്ഞാനിക വികസനം എന്ന ആ ഒരു മേഖലയാണ്. വൈജ്ഞാനിക വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികസനം എന്ന് പറയുന്നത് നമ്മുടെ LPS UPS അതായത് LP സ്കൂൾ അസിസ്റ്റൻറ്റ് UP സ്കൂൾ അസിസ്റ്റൻറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയില്ലേ, അവിടെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതായത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൈജ്ഞാനിക വികസനത്തെക്കുറിച്ചാണ്, അല്ലെ? വൈജ്ഞാനിക വികസനം. അപ്പോൾ എന്താണ് വൈജ്ഞാനിക വികസനം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ് എന്താണ് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിനോ സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനോ ഒരു വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ് വൈജ്ഞാനിക വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൗദ്ധിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിരന്തരമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിനും സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്നൊരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ് വൈജ്ഞാനിക വികസനം അഥവാ ബൗദ്ധിക വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ് വൈജ്ഞാനിക വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ് വൈജ്ഞാനിക വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം മസ്തിഷ്കവും വൈജ്ഞാനിക വികസനവും തമ്മിൽ എന്താ ബന്ധമെന്ന് നമുക്ക് നോക്കാം, അല്ലെ? മസ്തിഷ്കവും വൈജ്ഞാനിക വികാസവും തമ്മിലുള്ള ബന്ധമെന്താണ്? വൈജ്ഞാനിക വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ വികാസമാണ്, അല്ലെ? വൈജ്ഞാനിക വികാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മസ്തിഷ്കത്തിൻ്റെ വികാസമാണ് വൈജ്ഞാനിക വികസനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സ് ഉണ്ട് നമുക്ക്, അല്ലെ? ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ വികസിക്കുന്നു. പിന്നെയോ കാഴ്ച, കേൾവി തുടങ്ങിയ അവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് പിന്നീടാണ് വികസിച്ച് വരുന്നത്. അപ്പം ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഭാഗം ആദ്യം വികസിക്കുകയും കാഴ്ച, കേൾവി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ പിന്നീട് വികസിക്കുകയും യുക്തിചിന്ത പോലെയുള്ള ഉയർന്ന മാനസിക ശേഷികളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അതിന് ശേഷവും വികാസം പ്രാപിക്കുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ കാഴ്ച, കേൾവി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ പിന്നീട് വികസിക്കുന്നു. ആദ്യം വികസിക്കുന്ന എന്താണ്? ശരീരചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഭാഗമാണ് ആദ്യം വികസിക്കുന്നത്. അതിനുശേഷം വികസിക്കുന്ന എന്താണ്? കാഴ്ച, കേൾവി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ് പിന്നീട് വികസിക്കുന്നത്. യുക്തിചിന്ത പോലെയുള്ള ഉയർന്ന മാനസിക ശേഷികളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അതിനുശേഷം വികാസം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെയോ സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുവെങ്കിലും ഭാഷണം, വായന തുടങ്ങിയ സങ്കീർണ പ്രവർത്തനങ്ങളിൽ സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുവെങ്കിലും ഭാഷണം, വായന തുടങ്ങിയ സങ്കീർണ പ്രവർത്തനങ്ങളിൽ സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ നോക്കാം, അല്ലെ? പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അതിൽ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്ന ഘട്ടമുണ്ട്, അല്ലെ? ഇന്ദ്രിയ ചാലക ഘട്ടം എന്താണ്? ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്താണ്? അത് 2 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും സ്വന്തം ചെയ്തികളിലൂടെയും കുഞ്ഞിൽ ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്, അല്ലെ? ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും സ്വന്തം ചെയ്തികളിലൂടെയും ഒരു കുഞ്ഞിൽ ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ദ്രിയ ചാലകഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചുമുള്ള ധാരണ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ സാധിക്കലും അതിനനുസരിച്ച് പ്രതികരിക്കലും വസ്തുക്കളും ആളുകളും കൺവട്ടത്തു നിന്ന് മറഞ്ഞാലും നിലനിൽക്കുന്നുവെന്ന തിരിച്ചറിവ്, സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ആദ്യ ബോധങ്ങൾ, കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആദ്യ ധാരണകൾ, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കളിട്ടാൽ ഒച്ചയുണ്ടാവും, പരീക്ഷണങ്ങൾ, അനുകരണങ്ങൾ എന്നിവയുടെ തുടക്കം, മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലാക്കി തുടങ്ങൽ എന്നിങ്ങനെയുള്ള സംവേദക സ്കീമുകളും ചാലക സ്കീമുകളും ഉപയോഗിച്ചാണ് ഭാഷാ പഠനം സാധ്യമാകുന്ന കാലം വരെ കുട്ടിയിൽ പഠനം മുന്നേറുന്നത്. ഇപ്പോൾ കുട്ടിയിൽ പഠനം മുന്നേറുന്നത് എങ്ങനെയാണ്? തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചുമുള്ളൊരു ധാരണയിലൂടെ, പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ സാധിക്കുന്നതിലൂടെ, അതിനനുസരിച്ച് പ്രതികരിക്കലും വസ്തുക്കളും ആളുകളും കൺവട്ടത്തു നിന്ന് മറഞ്ഞാലും നിലനിൽക്കുന്നുവെന്ന തിരിച്ചറിവിലൂടെ, സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ആദ്യ ബോധങ്ങൾ, കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആദ്യ ധാരണകൾ, ഞാൻ കരഞ്ഞാൽ അമ്മ വരുമെന്നും വസ്തുക്കളിട്ടാൽ ഒച്ചയുണ്ടാവുമെന്നും പരീക്ഷണങ്ങളും അനുകരണങ്ങളും എന്നിവയുടെയൊക്കെ തുടക്കം, മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലായി തുടങ്ങിയാൽ ഇങ്ങനെയുള്ള സംവേദന സ്കീമുകളും ചാലക സ്കീമുകളും ഉപയോഗിച്ചാണ് ഭാഷാ പഠനം സാധ്യമാകുന്ന കാലം വരെ കുട്ടിയിൽ പഠനം മുന്നേറുന്നത്. സംവേദക ചാലക ഘട്ടത്തെ 6 ചെറിയ ഘട്ടങ്ങളായിട്ടാണ് പിയാഷെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ സംവേദക ചാലക ഘട്ടത്തെ 6 ചെറിയ ഘട്ടങ്ങളായിട്ടാണ് പിയാഷെ വേർതിരിച്ചിരിക്കുന്നത്, അല്ലേ?
പ്രശ്നോ വ്യാപാരഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടല്ലേ. പ്രഗ്മന്യോ വ്യാപാരഘട്ടം എന്നാണ് പറയുന്നത്. പ്രഗ്മന്യോ വ്യാപാരഘട്ടം, അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് പ്രഗ്മന്യോ വ്യാപാരഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭാഷ പഠിക്കാൻ കഴിയുന്നതോടെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയ സാധ്യത മാത്രമല്ല, ചിന്തയ്ക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം കൂടി കുട്ടിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷ പഠിക്കാൻ കഴിയുന്നതോടെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയ സാധ്യത മാത്രമല്ല, ചിന്തയ്ക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം കൂടിയാണ് കുട്ടിക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന ഒരു അവസ്ഥയൊക്കെ ഇവിടെയാണ് വരുന്നത്, അല്ലേ. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നൊരവസ്ഥ വരുന്നു. 2-3 വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്, അല്ലേ. 2-3 വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത എന്നത് വളരെ പ്രകടമാണ്. ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ് കുട്ടിയുടേതെന്ന് പറയുന്നത്. 2-3 വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത എന്നത് വളരെ പ്രകടമായിട്ടുള്ളൊരു കാര്യമാണെന്നും ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ് കുട്ടിയുടേതെന്നുമാണ് പറയുന്നത്. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ, ഭാഷ പഠിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണിത്, അല്ലേ. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെയും ഭാഷ പഠിക്കുന്നതിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ ഘട്ടം. ഈ പ്രായത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സ്വയം കേന്ദ്രീകൃത അവസ്ഥയാണ്, അല്ലെ. സ്വയം കേന്ദ്രീകൃത അവസ്ഥയാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഈഗോ എൻട്രിസം എന്നാണ് പറയുന്നത്. ഈഗോ എൻട്രിസം. ലോകത്തെ കുട്ടി മനസ്സിലാക്കുന്നത് തൻ്റെ അനുഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഒരു സന്ദർഭത്തിൽ കുട്ടി ലോകത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ അനുഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടി ലോകത്തെ മനസ്സിലാക്കുന്നത്. ലോകത്തിൻ്റെ കേന്ദ്രം താനാണെന്നും തന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം എന്നുമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ കേന്ദ്രം താനാണെന്നും തന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം എന്നതുമാണ് ഈ ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങളിലെ തിരിച്ചു മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ സംഭവിക്കാനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങളിലെ തിരിച്ചു മനസ്സിലാക്കൽ ഈ ഒരു ഘട്ടത്തിൽ സംഭവിക്കാനിടയുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ ഉണരുമ്പോൾ പ്രഭാതമുണ്ടാകുന്നു, അങ്ങനെയുള്ളൊരു ധാരണകളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉള്ളതാണ്. ഓരോ വസ്തുവിനും പ്രതിഭാസത്തിനും തന്നിൽ നിന്ന് വേറിട്ട് ഒരു അസ്തിത്വമുണ്ട് എന്നും മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും തന്നെ പോലെ ആകണമെന്നില്ല എന്നും മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയണമെന്നില്ല. ഓരോ വസ്തുവിനും പ്രതിഭാസത്തിനും തന്നിൽ നിന്ന് വേറിട്ട് ഒരു അസ്തിത്വമുണ്ടെന്നും മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും തന്നെ പോലെ ആകണമെന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയുകയില്ല. ലോകത്തിൻ്റെ വസ്തുനിഷ്ഠ സ്വഭാവവും വ്യക്തികളുടെ ആത്മനിഷ്ഠ സ്വഭാവവും തിരിച്ചറിയുന്ന ഘട്ടത്തിലെ സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുറഞ്ഞു വരികയുള്ളൂ. ലോകത്തിൻ്റെ വസ്തുനിഷ്ഠ സ്വഭാവവും വ്യക്തികളുടെ ആത്മനിഷ്ഠ സ്വഭാവവും തിരിച്ചറിയുന്ന ഘട്ടത്തിലെ സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുറഞ്ഞു വരികയുള്ളൂ. ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രായമാണ് ഈ പ്രായമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം പരിഗണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രായമാണ് ഈ പ്രായം. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന സ്വഭാവമാണ് പെർസെപ്ച്വൽ സെൻട്രേഷൻ എന്ന് പറയുന്നത്. ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രായമാണ് ഇത്. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന സ്വഭാവമാണ് ഇത്. ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഒരംശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ കുറഞ്ഞു വന്ന് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാൻ സാധിക്കുന്ന കഴിവ് വളർന്നു വരുന്നു. ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഒരംശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ കുറഞ്ഞു വന്ന് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാൻ സാധിക്കുന്ന കഴിവ് വളർന്നു വരുന്നു. തിരിച്ച് ചിന്തിക്കുക, അതായത് റിവേഴ്സിബിലിറ്റി, സ്ഥിരത, കൺസർവേഷൻ തുടങ്ങിയ കഴിവുകൾ ഈ ഘട്ടത്തിൽ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് തിരിച്ച് ചിന്തിക്കുക, റിവേഴ്സിബിലിറ്റി എന്നാണ് പറയുന്നത്. തിരിച്ച് ചിന്തിക്കുക എന്ന് വെച്ചാൽ റിവേഴ്സിബിലിറ്റിയാണ്, സ്ഥിരത, കൺസർവേഷനാണ് തുടങ്ങിയ കഴിവുകൾ ഈ ഘട്ടത്തിൽ കുറവായിരിക്കും. കുട്ടിക്ക് തൻ്റേതായ അർത്ഥങ്ങളാണ് ഉള്ളത്, അല്ലെ. കുട്ടിക്ക് തൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. യുക്തിചിന്തയ്ക്ക് തൻ്റേതായിട്ടുള്ള നിയമങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ കുട്ടിക്ക് തൻ്റേതായ അർത്ഥങ്ങളുണ്ട്, യുക്തിചിന്തയ്ക്ക് തൻ്റേതായ നിയമങ്ങളുമൊക്കെയുള്ള കാലഘട്ടമാണ് ഇത്. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചപ്പാടുകളുമാണെന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചപ്പാടുകളുമാണ് എന്ന ധാരണയാണ് ഈ സന്ദർഭത്തിലുള്ള കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7-8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈ തോന്നലുകളും കാഴ്ചപ്പാടുകളുമാണെന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7-8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്നും വളരെ വ്യത്യസ്തമാണെന്നും പിയാഷെ ഊന്നിപ്പറയുന്നു. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചപ്പാടുകളുമാണെന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7-8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്നും വളരെ വ്യത്യസ്തമാണെന്നും പിയാഷെ ഊന്നിപ്പറയുന്നു. അടുത്ത ഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ
കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനോവ്യാപാരത്തിന് സാധിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. യുക്തിചിന്തയുടെ അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് എന്താണ്? ഈ മനോവ്യാപാരത്തിനെയാണ് യുക്തിചിന്തയുടെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാകുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക ക്രിയകളെയാണ് ഓപ്പറേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാകുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക ക്രിയകളെയാണ് ഓപ്പറേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. റിവേഴ്സിബിലിറ്റി, തിരിച്ചു ചിന്തിക്കുക എന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ സ്വഭാവമെന്ന് പറയുന്നത്. റിവേഴ്സിബിലിറ്റി അഥവാ തിരിച്ചു ചിന്തിക്കുക എന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ സ്വഭാവമായി കണക്കാക്കുന്നത്. A+B=C എന്നതിൻ്റെ റിവേഴ്സലാണ് C-B A എന്നത്. A+B എന്നതിൻ്റെ റിവേഴ്സലാണ് C-B എന്നത്. AB=C എന്നത് അതിൻ്റെ റിവേഴ്സലാണ് C/B A എന്നത്. അങ്ങനെ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഫലം എടുത്തു വെച്ച് എതിർക്രിയ ചെയ്താൽ തുടങ്ങിയിടത്ത് തന്നെ എത്തും എന്ന തത്വം തിരിച്ചറിയുമ്പോൾ മാത്രമേ സ്ഥിരത അഥവാ കൺസർവേഷൻ എന്ന് പിയാഷെ വിളിക്കുന്ന ലോക സ്വഭാവം ശരിയായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാറാവുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വസ്തുക്കൾ ചേർത്ത് വെച്ചാലും വിട്ടുവിട്ട് വെച്ചാലും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല എന്നതാണ് സംഖ്യാസ്ഥിരത അഥവാ കൺസർവേഷൻ ഓഫ് നമ്പർ എന്ന് പറയുന്നത്. പാത്രം മാറ്റിയത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നതാണ് വ്യാപ്ത സ്ഥിരത അഥവാ കൺസർവേഷൻ ഓഫ് വോളിയം എന്ന് പറയുന്നത്. കളിമണ്ണ് ഉരുട്ടി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം വരുന്നില്ല എന്നത് പിണ്ഡസ്ഥിരത അഥവാ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നു. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തലങ്ങളെക്കുറിച്ച് ഒരേ സമയം ആലോചിക്കാനുള്ള കഴിവ് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. സ്ഥിരത മാത്രമല്ല, ഈ ഘട്ടത്തിൽ ക്രമമായി അടുക്കാനുള്ളൊരു കഴിവ് അഥവാ ശ്രേണീകരണം എന്നാണ് നമ്മളിതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ശ്രേണീകരണം, പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവ്, ഇവയൊക്കെ വളർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഇത്. ഭാവനയുടെ ലോകത്തു നിന്നും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തിലേക്ക് കുട്ടി ക്രമത്തിലെത്തിച്ചേരുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലേക്ക് കടക്കാം. അല്ലെ, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. അല്ലെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അമൂർത്തമായി ചിന്തിക്കുന്നതിനും യുക്തിയുടെ രീതികൾ ഭാഗികമായി ഉപയോഗിക്കുന്നതിനുമുള്ള ശേഷി വളർന്നു വരുന്നൊരു ഘട്ടമാണ് ഇത്. അമൂർത്തമായി ചിന്തിക്കുന്നതിനും യുക്തിയുടെ രീതികൾ ഭാഗികമായി ഉപയോഗിക്കുന്നതിനുമുള്ള ശേഷി വളർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഇത്. ശാസ്ത്രീയ ചിന്താഗതിയിൽ പ്രാവീണ്യം ഇവിടെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രീയ ചിന്താഗതിയിൽ ഇവിടെ പ്രാവീണ്യം വർദ്ധിച്ചു വരുന്നു. പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരായാനും അവയെ താരതമ്യപ്പെടുത്താനും പ്രതീകങ്ങൾ അർത്ഥപൂർണമായി ഉപയോഗിക്കാനുമൊക്കെ സാധിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഇപ്പോൾ പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനും പ്രശ്നപരിഹാരത്തിനുമുള്ള സാധ്യതകൾ ആരായാനും അവയെ താരതമ്യപ്പെടുത്താനും പ്രതീകങ്ങൾ അർത്ഥപൂർണമായി ഉപയോഗിക്കാനുമൊക്കെ സാധിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇതിനെ നമുക്ക് സാമൂഹിക വികസനം എന്താണ് എന്ന് നോക്കാം. അല്ലെ, സാമൂഹിക വികസനം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, സമൂഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരുവാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണ്യങ്ങളും ആർജിക്കുവാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയ ആണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരുവാനായിട്ട് ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണ്യങ്ങളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയ ആണ് സാമൂഹിക വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക അവബോധവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക അവബോധവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയ ആണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ്റെ പേരാണ് എറിക് എച്ച് എറിക്സൺ എന്നാണ്. 8 ഘട്ടങ്ങളിലായിട്ട് മനോസാമൂഹിക വികസനം തയ്യാറാക്കിയത് എറിക്സൺ ആണ്. 8 ഘട്ടങ്ങളിലായിട്ടാണ് എറിക്സൺ മനോസാമൂഹിക വികസനം തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ ഒരു പ്രതിസന്ധിയുണ്ടെന്നും അവ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നാണ് എറിക്സൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ ഒരു പ്രതിസന്ധിയുണ്ടെന്നും അവ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നുമാണ് എറിക്സൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എറിക്സൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്ന് നോക്കാം. അല്ലെ, എറിക്സൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ഉണ്ട്. ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി 1950 എറിക്സൺ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി എന്നത് എറിക്സൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. യങ് മാൻ ലൂതർ 1958 യങ് മാൻ ലൂതർ എന്ന ഒരു കൃതി ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്.
1969 ഗാന്ധീസ് ട്രൂത്ത് എന്ന പുസ്തകം ചെയ്തിരിക്കുന്നത്. 1969 ഗാന്ധീസ് ട്രൂത്ത് എന്ന പുസ്തകം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് എന്നത് 1968 ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് എന്ന കൃതി എടുത്തിരിക്കുന്നത് 1968 ഇനി നമുക്ക് എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളെക്കുറിച്ച് നോക്കാം. അല്ലെ, എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇൻഫൻറ്റ് എന്ന് പറയുന്നൊരു ഘട്ടം, അതായത് 1.5 വയസ്സുവരെയുള്ളൊരു ഘട്ടമാണ്. ഇവിടെ എന്താണ് പ്രാഥമിക വിശ്വാസം അവിശ്വാസം, അല്ലെ, ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ് എന്ന ഒരു ചിന്തയാണ് 1.5 വയസ്സുവരെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു കുഞ്ഞിലുണ്ടാകുന്ന പ്രാഥമികമായിട്ടുള്ളൊരു വിശ്വാസവും അവിശ്വാസവും എല്ലാം രൂപപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അല്ലെ, 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അവിടെ സ്വാശ്രയത്വ ജാള്യതയും സംശയവുമാണ്. സ്വാശ്രയത്വ ജാള്യതയും സംശയവുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ വികാസം പ്രാപിക്കുന്നത്. അതായത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്നാണ് ഈ ഒരു കാലഘട്ടത്തിന് നമ്മൾ പറയുന്നത്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 3 മുതൽ 6 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. 3 മുതൽ 6 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം മുൻകൈയെടുക്കലാണ്. മുൻകൈയെടുക്കൽ അഥവാ കുറ്റബോധം, അല്ലെ, മുൻകൈയെടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധമാണ്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു ഫീലാണ് 3 മുതൽ 6 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഇനി 6 മുതൽ 12 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അതായത് ഊർജ്ജസ്വലതയും അപകർഷതയുമാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. അതായത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നാണ് പറയുന്നത്. ഊർജ്ജസ്വലത, അപകർഷത, ഇങ്ങനെയുള്ള 2 ഘട്ടങ്ങളാണ്. ഊർജ്ജസ്വലത, അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളതാണ് 6 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ പറയുന്നത്. ഇനി 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. കൗമാരകാലം അഥവാ സ്വാവബോധകാലം എന്നാണ് ഇതറിയപ്പെടുന്നത്. കൗമാരകാലം അഥവാ സ്വാവബോധകാലം, അതായത് സംശയങ്ങളാണ് ഇവിടെയുള്ളത്. റോൾ സംശയങ്ങളാണ്. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്. അടുത്ത 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതായത് ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ എന്നിവയൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് അനുഭവപ്പെടുന്നത്. അതായത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷനാണ് ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. പിന്നെയുള്ളത് 35 മുതൽ 60 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ് മധ്യവയസ് എന്നാണ് പറയുന്നത്. സൃഷ്ടി മുരടിപ്പ്, അതായത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇവിടെയുള്ളത്. 35നും 60 വയസ്സിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. 60 ഇയേഴ്സ് ഓൾഡർ, അതായത് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ വാർദ്ധക്യമാണ്. അതായത് മനസ്സിൻ്റെ സന്തുലനാവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നു തുടങ്ങുന്നൊരു ഘട്ടമാണ്. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ എന്ന് പറഞ്ഞ ഒരു ഘട്ടമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സാൻമാർഗിക വികാസം അഥവാ മോറൽ ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് സാൻമാർഗിക വികാസം അഥവാ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, സാൻമാർഗിക വികാസം അഥവാ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയൊരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലോറൻസ് കോൾബർ എന്നാണ്. ലോറൻസ് കോൾബർ സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ്റെ പേരാണ് ലോറൻസ് കോൾബർ എന്ന് പറയുന്നത്. 1927 1987 കാലഘട്ടമാണ് ഇത്. ഇപ്പോൾ സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ്റെ പേരാണ് ലോറൻസ് കോൾബർ എന്നാണ്. ഇനി കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതെല്ലാമെന്ന് നോക്കാം. അല്ലെ, കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതെല്ലാമാണ്? ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1981 അതുള്ളത്. ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1981 ഉള്ളത്. പിന്നെയോ ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1984 ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1984 ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1981 ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1984 ഉള്ളത്. കോൾബർഗിൻ്റെ നൈതിക വികാസം സംബന്ധിച്ചുള്ള ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥകളുണ്ട്. കോൾബർഗ് അദ്ദേഹത്തിൻ്റെ നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥയാണ് ഹെയ്ൻസ് ഡിലമ എന്നാണ് അറിയപ്പെടുന്നത്. ഹെയ്ൻസ് ഡിലമയാണ്. കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥകളുണ്ട്. അതാണ് ഹെയ്ൻസ് ഡിലമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാൻമാർഗിക വികാസത്തെ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാന മാമൂൽ കൺവെൻഷൻസ് ആണ്. അപ്പോൾ സാൻമാർഗിക വികാസത്തെ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാന മാമൂലുകളുടെ അടിസ്ഥാനത്തിൽ കോൾബർഗ് 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. സാൻമാർഗിക വികാസത്തെ കീഴ്വഴക്കങ്ങളുടെ അഥവാ മാമൂലുകളുടെ അടിസ്ഥാനത്തിൽ കോൾബർഗ് 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങളും സവിശേഷതകളുമാണ് നമ്മളിനി പരിശോധിക്കുവാൻ പോകുന്നത്. കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങളും സവിശേഷതകളുമാണ് ഇനി നോക്കുന്നത്. അതിലൊന്നാമത്തേത് പൂർവ്വയാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്ന് പറയുന്നതാണ്. അല്ലെ, പൂർവ്വയാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് പറയും. പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് പറയുന്നു.
ഒന്ന് ശിക്ഷണവും അനുസരണയുമാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ശിക്ഷണവും അനുസരണയും, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് എന്ന് നമ്മൾ പൊതുവേ പറയുന്നതാണ് അല്ലേ. ശിക്ഷണവും അനുസരണയും, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് എന്നതാണ് ഇവിടെയുള്ളത്. ശിക്ഷണവും അനുസരണയും, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല, മറിച്ച് അല്ലേ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും മാത്രമല്ല, അത് മാത്രം അനുസരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ് അല്ലെ. ശിക്ഷ എന്ന് പറയുന്നതിനെ പേടിച്ച് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അനുസരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ശാരീരികമായ അനന്തര ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ശിക്ഷണവും അനുസരണയും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ശിക്ഷ ഒഴിവാക്കാനായിട്ട് അധികാരികളെ അനുസരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. ശിക്ഷ ഒഴിവാക്കാനായിട്ട് അധികാരികളെ അനുസരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തലിനുള്ള ആയോജന ഘട്ടമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രായോഗികമായ ആപേക്ഷികത്വം എന്നാണ് പറയുന്നത്. പ്രായോഗികമായ ആപേക്ഷികത്വം അഥവാ ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയൻറ്റേഷൻ എന്നാണ് പറയുന്നത്. പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് നന്നായി പെരുമാറുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ചട്ടങ്ങൾ പാലിക്കുക എന്ന് പറയുന്നുണ്ടല്ലേ. തത്സമയ താല്പര്യം മുൻനിർത്തിയിട്ടാണ് ചട്ടങ്ങൾ പാലിക്കുന്നത്. അപ്പോൾ ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയാണ് ചട്ടങ്ങൾ പാലിക്കുന്നത്. നീതിനിഷ്ഠോ പാരസ്പര്യം, അതായത് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന ഒരു ഘട്ടവും ഇവിടെയാണ്. നീതിനിഷ്ഠോ പാരസ്പര്യം എന്ന് വെച്ചാൽ തുല്യമായ പങ്കിടൽ അല്ലേ, അതിൻ്റെ കേവല രൂപങ്ങളെന്ന് പറയുന്നത് ഇവിടെയാണ് പ്രകടമാകുന്നത്. നീതിനിഷ്ഠോ പാരസ്പര്യം, തുല്യ പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ ഇവിടെയാണ് പ്രകടമാകുന്നത്. യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്ന് പറയുന്ന ഘട്ടമാണ് അടുത്തത് അല്ലെ. യാഥാസ്ഥിതിക സദാചാര ഘട്ടം, അതായത് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്നാണ് പറയുന്നത്. യാഥാസ്ഥിതിക സദാചാരഘട്ടം അഥവാ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് പറയും. ഇനിയുള്ളത് വ്യക്തിയാന്തര സമവായം എന്ന് പറയുന്നതിനടുത്ത് അല്ലെ. വ്യക്തിയാന്തര സമവായം എന്ന് വെച്ചാൽ എന്താണ്, ഇൻ്റർ പേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ വ്യക്തിയാന്തര സമവായം എന്ന് വെച്ചാൽ എന്താണ്, ഇൻ്റർ പേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ ആണ് ഇവിടെ വ്യക്തിയാന്തര സമവായത്തിൽ പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്നു എന്നതാണ് ഇവിടെയുള്ളത്. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു, സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു, സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. ഇനി അടുത്തത് നിയമസുസ്ഥിതി പാലനമാണ്. നിയമസുസ്ഥിതി പാലനം എന്താണ്? നിയമസുസ്ഥിതി പാലനം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. നിയമസുസ്ഥിതി പാലനം എന്താണ്? സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പം നിയമസുസ്ഥിതി പാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷനാണ് നിയമസുസ്ഥിതി പാലനത്തിൽ പെടുത്തുന്നത്. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിയമങ്ങൾ പാലിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിയമങ്ങൾ പാലിക്കുന്നു. സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്നു. സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്നു എന്നുള്ളതും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇനി യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടമുണ്ട്. യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്നാണ് പറയുന്നത്. യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്നാണ് പറയുന്നത്. സാമൂഹിക വ്യവസ്ഥാപാലനമുണ്ട് അടുത്തത് സാമൂഹിക വ്യവസ്ഥാപാലനമാണ്. എന്താണ് സാമൂഹിക വ്യവസ്ഥാപാലനം? സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ എന്നുള്ളതാണ് സാമൂഹിക വ്യവസ്ഥാപാലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷനാണ്. സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കായിരിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇവിടെയുള്ളത്. അപ്പോൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കായിരിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇവിടെയുള്ളത്. ഇനി ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായിട്ട് അല്ലേ, ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായിട്ട് സന്മാർഗ മാതൃകകളുമായിട്ട് ആയോജനം പുലർത്തുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ളത്. ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായിട്ടും ആയോജനം പുലർത്തുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ഇനി സാർവത്രിക സദാചാര പാലന തത്വമുണ്ടല്ലേ. സാർവത്രിക സദാചാര പാലന തത്വമുണ്ട്. അതായത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ എന്നാണ് പറയുന്നത്. സാർവത്രിക സദാചാര പാലന തത്വം. സാർവത്രിക സദാചാര പാലന തത്വം യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സാർവലൗകിക സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായിട്ട് ആയോജനം പുലർത്തുന്ന രീതി അല്ലേ. സാർവലൗകിക സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായിട്ട് ആയോജനം പുലർത്തുന്ന നീതി, ന്യായ, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സാർവലൗകിക സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായിട്ട് ആയോജനം പുലർത്തുന്ന നീതി, ന്യായം,
അതേപോലെ തന്നെ സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കുന്നത്. സാൻമാർഗിക വികസന ഘട്ടത്തിൽ അവ ഓരോന്നിനെയും രണ്ടായി വീണ്ടും വീണ്ടും തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ഓരോന്നിനെയും രണ്ടായിട്ട് വീണ്ടും വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 6 ഘട്ടങ്ങൾ അഥവാ തലങ്ങളാണ് കോൾബർഗ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 6 ഘട്ടങ്ങൾ അഥവാ 6 തലങ്ങളാണ് കോൾബർഗ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. നിയമവ്യവസ്ഥയില്ലാത്തതും വേദനയും ആനന്ദവും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായ സാൻമാർഗിക രഹിതമായ ഘട്ടമാണ് അനോമി അഥവാ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത്. നിയമവ്യവസ്ഥയില്ലാത്തതും വേദനയും ആനന്ദവും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള സാൻമാർഗിക രഹിതമായ ഘട്ടമാണ് അനോമി എന്ന ആ ഒരു ഘട്ടം, അതായത് ആദ്യത്തെ 5 വർഷമാണ് ഇത് പറയുന്നത്. ഇനി പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ട്, അല്ലെ? പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് ഹെറ്ററോണമി അഥവാ അതോറിറ്റി ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പ്രതിഫലനവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടമാണ് ഹെറ്ററോണമി അഥവാ അതോറിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ബാഹ്യമായ അധികാരങ്ങൾ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ബാഹ്യമായ അധികാരങ്ങൾ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ഹെറ്ററോണമി അഥവാ അതോറിറ്റി ഘട്ടം എന്ന് പറയുന്നത്. പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടമാണ് ഹെറ്ററോണമി ഘട്ടം അഥവാ അതോറിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ബാഹ്യമായ അധികാരങ്ങൾ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ഹെറ്ററോണമി അഥവാ അതോറിറ്റി എന്ന് പറയുന്നത്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിതഫലത്തിൻ്റെ വിനയനം ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് ഉൾപ്പെട്ട ഘട്ടമാണ് അനോമി എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് ഉൾപ്പെട്ട ഘട്ടമാണ് അനോമി എന്ന് പറയുന്നത്. അപ്പോൾ റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിതഫലത്തിൻ്റെ വിനയനം അഥവാ ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് ഉൾപ്പെട്ട ഘട്ടമാണ് അനോമി എന്ന ഘട്ടം. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയമുണ്ട്. കൈവരുന്ന വിനയമുണ്ട്. അതിനെയാണ് ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയത്തിനെയാണ് ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അഥവാ ഹെറ്ററോണമി അഥവാ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ഹെറ്ററോണമി അഥവാ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു ഘട്ടമാണ് നമ്മളിത് നോക്കുന്നത്, അല്ലേ? അതായത് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയം, അതാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട്. ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിൽ കുട്ടിയുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. ഹെറ്ററോണമി റെസിപ്രോട്ടറി എന്ന ഘട്ടത്തിൽ കുട്ടിയുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരസ്പര്യം എന്ന് പറയുന്നൊരു ഗുണമാണ്. ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിൽ കുട്ടിയുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യം എന്ന് പറയുന്ന ഒരു ഗുണവിശേഷമാണ്. പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ എന്തെല്ലാമാണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ 4 സാൻമാർഗിക വികാസ ഘട്ടങ്ങളാണുള്ളത്, അല്ലെ? 4 സാൻമാർഗിക വികാസ ഘട്ടങ്ങളാണുള്ളത്. ഓരോ ഘട്ടത്തിൻ്റെയും പേര് വിടേണ്ടത്. ഒന്നാമത്തേത് അനോമി എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. അനോമി എന്ന ഘട്ടം 0 മുതൽ 5 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ് അനോമി എന്ന് പറയുന്ന ഘട്ടം, അല്ലെ? ഘട്ടത്തിൻ്റെ പേരെന്താണ്? അനോമി എന്നാണ്. 0 മുതൽ 5 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ് അനോമി എന്ന് പറയുന്ന ഘട്ടം. അടുത്ത ഘട്ടമാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. ഹെറ്ററോണമി അതോറിറ്റി അല്ലെങ്കിൽ ഹെററ്റോണമി അതോറിറ്റി എന്ന് പറയുന്നത്. ഹെറ്ററോണമി അതോറിറ്റി എന്നാണ് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അത് 5 മുതൽ 8 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ്. 5 മുതൽ 8 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോണമി റെസിപ്രോസിറ്റി ഉണ്ട്. ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. അത് 8 മുതൽ 13 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ്. 8 മുതൽ 13 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഓട്ടോണമി അഡോളസൻസ് എന്ന് പറഞ്ഞ മറ്റൊരു ഘട്ടമുണ്ട്. ഓട്ടോണമി അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മുതൽ 18 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ് ഓട്ടോണമി അഡോളസൻസ് എന്ന് പറയുന്നത്. 13 മുതൽ 18 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ് ഓട്ടോണമി അഡോളസൻസ് എന്ന് പറയുന്നത്. അടുത്ത എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞ മറ്റൊരു ഘട്ടമുണ്ട്. എന്താണ് എന്ന് നോക്കാം, അല്ലേ? തനിക്ക് വേദനയുണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടം, അല്ലേ? തനിക്ക് വേദനയുണ്ടാക്കുന്നത് ഒന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത് എന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞൊരു ഘട്ടം, അല്ലേ? ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞ ഘട്ടം ഏതാണ്? തനിക്ക് വേദനയുണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടം, അതാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മുതൽ 13 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ്, അല്ലേ? ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മുതൽ 13 വയസ്സ് വരെയുള്ളൊരു ഘട്ടത്തിനെയാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. നീതിബോധത്തിൻ്റെ ഘട്ടം, അല്ലെ? നീതിബോധത്തിൻ്റെ ഘട്ടം എന്ന് പിയാഷെ വിശേഷിപ്പിച്ച സാൻമാർഗിക വികസന ഘട്ടമാണത്, അല്ലെ? നീതിബോധത്തിൻ്റെ ഘട്ടം എന്ന് പിയാഷെ വിശേഷിപ്പിച്ച സാൻമാർഗിക വികസന ഘട്ടമാണ് ഓട്ടോണമി അഡോളസൻസ് എന്ന് പറയുന്ന ഘട്ടം. ഓട്ടോണമി അഡോളസൻസ് 8 മുതൽ 13 വയസ്സ് വരെയുള്ളൊരു ഘട്ടമാണ്.
നീതിബോധത്തിൻ്റെ ഘട്ടമെന്ന് പിയാഷെ വിശേഷിപ്പിച്ച സാൻമാർഗിക വികസന ഘട്ടമാണ് ഓട്ടോണമി അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഒരു ഘട്ടം. വൈകാരിക വികസനം എന്ന് പറയുന്നത് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. വൈകാരിക വികസനം അഥവാ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വൈകാരിക വികസനം അഥവാ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നത് ഇവിടെയാണ് കാണപ്പെടുന്നത്. അല്ല, എന്താണ് വൈകാരിക വികസനം അഥവാ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, മനുഷ്യൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും വിവിധ തലങ്ങളെ, അതായത് മനുഷ്യൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും വിവിധ തലങ്ങളെയും വികാരപഠന പ്രക്രിയയിലൂടെ പ്രസക്തമാക്കുന്നതാണ് വൈകാരിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും വിവിധ തലങ്ങളെ വികാരപഠന പ്രക്രിയയിലൂടെ പ്രസക്തമാക്കുന്നതാണ് വൈകാരിക വികസനം എന്ന് പറയുന്ന ഘട്ടം. അല്ലേ, വൈകാരിക വികസനം എന്ന് പറയുന്ന ഘട്ടം എന്താണ്? മനുഷ്യൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും വിവിധ തലങ്ങളെ വികാരപഠന പ്രക്രിയയിലൂടെ പ്രസക്തമാക്കുന്നതാണ് വൈകാരിക വികസനം എന്ന് പറയുന്നത്. ഇനി ഇമോഷൻ എന്നൊരു സംജ്ഞയുണ്ട്. അല്ലേ, ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു സംജ്ഞയുണ്ട്. അതെന്താണ്? എമോവിർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഇമോഷൻ എന്ന സംജ്ഞ എമോവിർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഇമോഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇളക്കി ഉണർത്തുക എന്നതാണ് ഇമോഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇളക്കി ഉണർത്തുക എന്നുള്ളതാണ്. വ്യക്തിയുടെ ബാഹ്യപ്രകടനങ്ങളിൽ കാണപ്പെടുന്ന കാര്യക്ഷമമായ അനുഭവങ്ങളും അതോടൊപ്പമുള്ള ആന്തരിക പൊരുത്തങ്ങളും മാനസിക ഉത്തേജന അവസ്ഥയുമാണ് വികാരം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ക്രോ ആൻഡ് ക്രോ. അപ്പോൾ ക്രോ ആൻഡ് ക്രോവിൻ്റെ നിർവചനം എന്താണ്? വ്യക്തിയുടെ ബാഹ്യപ്രകടനങ്ങളിൽ കാണപ്പെടുന്ന കാര്യക്ഷമമായ അനുഭവങ്ങളും അതോടൊപ്പമുള്ള ആന്തരിക പൊരുത്തങ്ങളും മാനസിക ഉത്തേജന അവസ്ഥയുമാണ് വികാരം എന്ന് പറയുന്നത്. ക്രോ ആൻഡ് ക്രോ ആണ്. ശിശുവികാരങ്ങളുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ശിശുവികാരങ്ങളുടെ സവിശേഷതകൾ എന്താണ്? ശിശുവികാരങ്ങളുടെ സവിശേഷതകൾ, ശിശുവികാരങ്ങൾ എന്ന് പറയുന്നത് അല്പായുസുള്ളവയാണ് എന്നാണ് പറയുന്നത്. ശിശുവികാരങ്ങൾ അല്പായുസുള്ളവയാണ്, അത് ക്ഷണികമാണെന്നാണ് പറയുന്നത്. ശിശുവികാരങ്ങൾ അല്പായുസുള്ളവയാണ്, അവ ക്ഷണികമാണ്. ശിശുവികാരങ്ങൾ തീവ്രതയുള്ളവയാണ് അഥവാ തീവ്രങ്ങളാണ് ശിശുവികാരങ്ങൾ എന്ന് പറയുന്നു. ശിശുവികാരങ്ങൾ അല്പായുസുള്ളവയാണെന്നും ശിശുവികാരങ്ങൾ തീവ്രങ്ങളാണെന്നും ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നവയാണ് അഥവാ ചഞ്ചലതയുള്ളവയാണ്, അതല്ലെങ്കിൽ സ്ഥാനാന്തരണം ഉള്ളവയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നൊരു കണ്ടെത്തലുണ്ട്. ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്ന കണ്ടെത്തൽ പറയുന്നതാണ് വൈകാരിക ദൃശ്യതയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്നത് വൈകാരിക ദൃശ്യതയാണ്. ഇനി ശിശുവികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ശിശുക്കളുടെ ഒരു വികാരപ്രകടനം ഉണ്ടാകുന്നു എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. ശിശുക്കളുടെ രണ്ട് വൈകാരിക അവസ്ഥകളുടെ ഇടവേള എന്ന് പറയുന്നത് കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ശിശുക്കളുടെ രണ്ട് വൈകാരിക അവസ്ഥകളുടെ ഇടവേള എന്ന് പറയുന്നത് കുറവായിരിക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് കേട്ടോ. ഇനി അടുത്ത കുട്ടികളിലെ പ്രധാനപ്പെട്ട വികാരങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, കുട്ടികളിലെ പ്രധാനപ്പെട്ട വികാരങ്ങൾ എന്തെല്ലാമാണ്? മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്തേജിക്കപ്പെട്ട അവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്തേജിക്കപ്പെട്ട അവസ്ഥയെ ആണ് വികാരമെന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിൻ്റെ ഉത്തേജിത ഭാവം വ്യക്തിയെ പ്രവൃത്യുന്മുഖനാക്കുന്നു എന്നുള്ളതാണ് വികാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിൻ്റെ ഉത്തേജിത ഭാവം വ്യക്തിയെ പ്രവൃത്യുക്തനാക്കുന്നു എന്ന് പറയുന്നതാണ് വികാരം എന്ന് പറയുന്നത്. പ്രവൃത്യുന്മുഖനാക്കുന്നു, അതാണ് വികാരം. കുട്ടികളിലെ വൈകാരിക രൂപ മാതൃകകൾ ഏതൊക്കെയാണ്? ഒന്ന് ഭയം എന്ന് പറയുന്നതാണ്. അല്ലേ, ഭയം, ഫിയർ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. രണ്ടാമത്തേത് ആകുലത അഥവാ വറി എന്നാണ് പറയുന്നത്. ആകുലത അഥവാ വറി എന്ന് പറയുന്നു. മൂന്നാമത്തേത് കോപം അഥവാ ആങ്കർ എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികളിലെ വൈകാരിക രൂപ മാതൃകകൾ എന്തെല്ലാമാണ്? ഭയമുണ്ട്, ആകുലതയുണ്ട്, കോപം അഥവാ ആങ്കർ ഉണ്ട്, അസൂയ ഉണ്ട്. അസൂയ അഥവാ ജലസി അല്ലെങ്കിൽ ഈർഷ്യ എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. പ്രിയമുണ്ട്, അഫെക്ഷൻ അഥവാ ലവ് ഉണ്ട്. ആഹ്ലാദം അഥവാ ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളിലെ വൈകാരിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നത് അതിലാളനവും തിരസ്കരണവുമാണ്. കുട്ടികളിലെ വൈകാരിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നത് അതിലാളനവും തിരസ്കരണവുമാണ്. ഇനി നമുക്ക് നോക്കിയ ഭയം അഥവാ പേടി അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അല്ലെ, ഭയം അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്താനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ഭയം അപകട സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്താനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങളുണ്ട്. ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങളുണ്ട്. അവയെന്തെല്ലാമാണ്? ഉച്ചത്തിലുള്ള ശബ്ദം, ഇരുട്ട്, ഉയർന്ന സ്ഥലങ്ങൾ, മൃഗങ്ങൾ, ഒറ്റപ്പെടൽ, വേദന, അപരിചിതമായ വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇവയൊക്കെയാണ് ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങളെന്ന് പറയുന്നത്. ഉച്ചത്തിലുള്ള ശബ്ദം പേടിയാക്കാം, ഇരുട്ടിനെ പേടിയുണ്ടാവാം, ഉയർന്ന സ്ഥലങ്ങൾ പേടിയാവാം, മൃഗങ്ങളെ പേടിയുണ്ടാവാം, ഒറ്റപ്പെടൽ പേടിയായിരിക്കാം, വേദന പേടിയായിരിക്കാം, അപരിചിതമായ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളുമൊക്കെ കുട്ടികളിൽ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്.
2 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ ദൃശ്യമാകുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ദൃശ്യമാകുന്നത് ആരിലാണ്? 2 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ ദൃശ്യമാകുന്നത്. വികാരത്തിൽ പ്രതിബന്ധ ഹേതുവായിട്ട് മാറുന്നത് അമിത ഭയം എന്ന് പറയുന്നതാണ്. അപ്പോൾ അമിത ഭയം എന്ന് പറയുന്നതാണ് വികാരത്തിൽ പ്രതിബന്ധ ഹേതുവായിട്ട് മാറ്റപ്പെടുന്നത്. അമിത ഭയം എന്ന് പറയുന്നൊരു വികാരമാണ്. ഇനി നമുക്ക് സംഭ്രമത്തിലേക്ക് കിടക്കാം. എന്താണ് സംഭ്രമം? ഒരു വ്യക്തിയോ വ്യക്തികളോ തന്നെക്കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിലയിരുത്തും എന്നത് ബന്ധിച്ച് അല്ലെങ്കിൽ എന്നത് സംബന്ധിച്ച് വ്യക്തിക്കുണ്ടാകുന്ന അങ്കലാപ്പിനെയാണ് നമ്മൾ സംഭ്രമം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തിയോ വ്യക്തികളോ തന്നെക്കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിലയിരുത്തും എന്നത് സംബന്ധിച്ച് വ്യക്തിക്കുണ്ടാകുന്ന അങ്കലാപ്പിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സംഭ്രമം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പരിഹാസ്യനായതോ അപമാനിതനായതോ ആയ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ സംഭ്രമം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പരിഹാസ്യനായതോ അപമാനിതനായതോ ആയ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ സംഭ്രമം വർദ്ധിക്കുവാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി ആകുലത അഥവാ വറിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ആകുലത അഥവാ വറി. എന്താണ് ആകുലത അല്ലെങ്കിൽ വറി? ഭയത്തിൻ്റെ സാങ്കല്പിക രൂപം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത എന്ന് പറയുന്നത്. കുട്ടികളിൽ ഭാവനാശേഷി വികസിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു വികാരം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കുട്ടികളിൽ ഭാവനാശേഷി വികസിപ്പിച്ചതിന് ശേഷമാണ് ഈ വികാരം പ്രത്യക്ഷമാകുന്നത്. ആകുലത അല്ലെ, ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത എന്ന് പറയുന്നത്. യുക്തിചിന്തയ്ക്കുള്ള കഴിവ് വികസിക്കുന്നതോടെ ആകുലതയുടെ പിന്നിലുള്ള അർദ്ധശൂന്യത തിരിച്ചറിയുകയും ഈ വികാരത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. അതായത് യുക്തിചിന്തയ്ക്കുള്ള കഴിവ് വികസിക്കുന്നതോടെ ആകുലതയുടെ പിന്നിലുള്ള അർദ്ധശൂന്യത തിരിച്ചറിയുകയും ഈ വികാരത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഉത്കണ്ഠ എന്ന് പറയുന്നത്. അല്ലേ, അതായത് അതിശക്തമായിട്ടുള്ള ഒരു ആകുലത എന്ന് പറയുന്നത് ഉത്കണ്ഠയായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിനെ വേദനാകരമായിട്ടുള്ള ഒരു അസ്വാസ്ഥ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിശക്തമായ ആകുലത ഉത്കണ്ഠയായിട്ടാണ് മാറ്റപ്പെടുന്നത്. അത് മനസ്സിന് വേദനാകരമായിട്ടുള്ള ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഉത്കണ്ഠ എന്ന് പറയുന്ന വികാരം. ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഉത്കണ്ഠ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥിതിയിൽ പിന്നെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാതെ വരികയും ഒരുതരം നിസ്സഹായ അവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അല്ല, ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങൾ എന്തെല്ലാമാണ്? വിഷാദഭാവം, അസ്വസ്ഥത, മനോനിലയിലെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം, ഇവയൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങളാണ്. വിഷാദഭാവം, അസ്വസ്ഥത, മനോനിലയിലെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണമൊക്കെ ഈ ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് കോപം ഒന്ന് നോക്കാം. അല്ലേ, കോപം എന്താണ്? കോപം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തി തൻ്റെ ഉഷ്ടക്കുറവ് അല്ലെ മറ്റൊരു വ്യക്തിക്ക് നേർക്ക് പ്രസരിപ്പിക്കുന്ന അവസ്ഥയെ ആണ് കോപമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവ് മറ്റൊരു വ്യക്തിക്ക് നേരെ പ്രസരിപ്പിക്കുന്ന അവസ്ഥയാണ് കോപം എന്ന് പറയുന്നത്. അപ്പോൾ കോപം എന്താണ്? ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവ് മറ്റൊരു വ്യക്തിക്ക് നേരെ പ്രസരിപ്പിക്കുന്ന അവസ്ഥയാണ് കോപം എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ശിക്ഷിക്കപ്പെടുക തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു വികാരമാണ് കോപം എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക, ശിക്ഷിക്കപ്പെടുക തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു വികാരമാണ് ഈ കോപം എന്ന് പറയുന്ന വികാരം. ബാല്യത്തിൽ കോപപ്രകടനങ്ങൾ സാധാരണ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബാല്യത്തിൽ കോപപ്രകടനങ്ങൾ സാധാരണ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും 2 തരത്തിലാണെന്ന് വെച്ചാൽ എന്താണ്? കോപപ്രകടനങ്ങൾ സാധാരണ 2 തരത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഒന്ന് ഇമ്പൾസീവ് റെസ്പോൺസ് എന്ന് പറയുന്നതാണ്. അല്ല, ഇമ്പൾസീവ് റെസ്പോൺസ് എന്താണ്? ഇമ്പൾസീവ് റെസ്പോൺസ് ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ പെടുന്നതിനെയുള്ള കോപപ്രകടനത്തിനെയാണ് നമ്മൾ ഇമ്പൾസീവ് റെസ്പോൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ പൊടുന്നതിനെയുള്ള കോപപ്രകടനമാണ് ഏത്? ഇമ്പൾസീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അടിക്കുക, ചവിട്ടുക, കടിക്കുക, തള്ളുക, വലിക്കുക തുടങ്ങിയ പല മാർഗങ്ങളിലൂടെ നമുക്ക് കോപം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെ, അടിക്കുക, ചവിട്ടുക, കടിക്കുക, തള്ളുക, വലിക്കുക തുടങ്ങിയ പല മാർഗങ്ങളിലൂടെ കോപം പ്രകടിപ്പിക്കാറുണ്ട്. ഇനി ഇൻഹിബിറ്റഡ് റെസ്പോൺസ് എന്താണ്? ഇൻഹിബിറ്റഡ് റെസ്പോൺസ് നമുക്ക് നോക്കാം. ഇൻഹിബിറ്റഡ് റെസ്പോൺസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കോപം പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം കറുപ്പിക്കൽ, വേദന
അഥവാ ദുഃഖം പ്രകടിപ്പിക്കൽ, പരിസരത്ത് നിന്ന് മാറിപ്പോകൽ തുടങ്ങിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ഇൻഹിബിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപം പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം കറുപ്പിക്കൽ അഥവാ വേദന അഥവാ ദുഃഖം പ്രകടിപ്പിക്കൽ, പരിസരത്ത് നിന്നും മാറിപ്പോകൽ തുടങ്ങിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ഇൻഹിബിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപത്തിൻ്റെ ഉറവിടങ്ങൾ അഥവാ അമർഷം എന്ന റിസൻമെൻ്റ് ഉണ്ട്. കോപത്തിൻ്റെ ഉറവിടങ്ങൾ അമർഷം, അരിശം, കലിതുള്ളൽ, ആദേശിക കോപം എന്നിവയൊക്കെയാണ് കോപത്തിൻ്റെ ഉറവിടമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ കോപത്തിൻ്റെ ഉറവിടങ്ങൾ വെച്ചാൽ അമർഷമാവാം, അരിശമാവാം, കലിതുള്ളൽ അഥവാ ടെമ്പർമെൻറ്റ്, ആദേശിക കോപം, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കോപം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ കഴിയും. അതായത് കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കോപം കുറയ്ക്കുവാനോ കോപത്തെ ഇല്ലാതാക്കുവാനോ കഴിയും എന്നാണ് പറയുന്നത്. കോപം ഉണർത്താൻ നേരിട്ട് കാരണമാകാത്ത വ്യക്തികൾക്ക് നേരെ കാണിക്കുന്നൊരു കോപമുണ്ട്. അതാണ് ആദേശിക കോപം എന്നാണ് പറയുന്നത്. അപ്പോൾ കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരാകാത്ത വ്യക്തികൾക്ക് നേരെ കാണിക്കുന്ന കോപത്തിനെയാണ് ആദേശിക കോപം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുന്നതിനുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത് എന്താണ്? ഈ ആദേശിക കോപമാണ് കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുന്നതിനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നത് ആദേശിക കോപമാണ്. ഇനി നമുക്ക് അസൂയയെക്കുറിച്ച് നോക്കാം. അസൂയ അഥവാ ജലസിയുണ്ട്. അല്ല, എന്താണ് അസൂയ അഥവാ ജലസി? തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയോ ലഭിക്കുന്ന സന്ദർഭങ്ങളോ ജനിപ്പിക്കുന്ന വികാരമാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പോൾ തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയോ ലഭിക്കുന്ന സന്ദർഭങ്ങളോ ജനിപ്പിക്കുന്ന വികാരം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയുന്നത്. അത് ഭയം, കോപം എന്നീ വികാരങ്ങളുമായിട്ട് ചേർന്നാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഭയം, കോപം എന്നീ വികാരങ്ങളുമായിട്ട് ചേർന്നാണ് അസൂയ എന്ന വികാരം പുറപ്പെട്ടു വരുന്നത്. ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനം, വില മറ്റെന്തെങ്കിലും തന്നിൽ നിന്ന് ഒരാൾ കവർന്നെടുത്തു എന്ന് തോന്നുമ്പോഴുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ ഈർഷ്യ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഈർഷ്യ അതായത് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനമോ വിലയേറിയ മറ്റേതെങ്കിലുമോ തന്നിൽ നിന്ന് മറ്റൊരാൾ കവർന്നെടുത്തു എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക അസ്വസ്ഥതയാണ് ഈർഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അസൂയയുടെ പ്രതികരണം പ്രകടമാകുന്നത് പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടാകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അസൂയയുടെ പ്രതികരണം പ്രകടമാകുന്നത് പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് ആവാം എന്ന് പറയുന്നുണ്ട്. അസൂയ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇടിക്കുക, തൊഴിക്കുക, കടിക്കുക, മാന്തുക മുതലായ പ്രകടമായ പ്രതികരണങ്ങളിലൂടെയാണ് അസൂയ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അസൂയ പ്രകടിപ്പിക്കുന്നത് ഇടിക്കുക, തൊഴിക്കുക, കടിക്കുക, മാന്തുക മുതലായ പ്രകടമായ പ്രതികരണങ്ങളിലൂടെയാണ് ഈ പറയുന്ന അസൂയ പ്രകടിപ്പിക്കുന്നത്. അസൂയ പ്രകടിപ്പിക്കുന്നത് ഇടിക്കുക, തൊഴിക്കുക, കടിക്കുക, മാന്തുക മുതലായ പ്രകടമായ പ്രതികരണങ്ങളിലൂടെയാണ്. അതായത് ജോയ്, പ്ലഷർ, ഡിലൈറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഈ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത്. ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരത്തിന് സഹായകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉളവാകുന്ന ഒന്നാണ് ആഹ്ലാദം എന്നാണ് നിർവചനം. ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരത്തിന് സഹായകമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഉളവാകുന്നതാണ് ആഹ്ലാദം. ആനന്ദത്തിൻ്റെ ഏറ്റവും മൃദുലമായ ഭാവമാണ് ആഹ്ലാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആനന്ദത്തിൻ്റെ ഏറ്റവും മൃദുലമായ ഭാവമാണ് ആഹ്ലാദം. അഭിനന്ദനം വഴിയും ആനന്ദം നൽകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അഭിനന്ദനം വഴിയും ആനന്ദം നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ആഹ്ലാദവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള കേന്ദ്രങ്ങളായിരിക്കേണ്ട സ്ഥലമാണ് വിദ്യാലയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആഹ്ലാദവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള കേന്ദ്രങ്ങളാണ് വിദ്യാലയങ്ങളെന്ന് പറയുന്നത്. അഭിലഷണീയമായ വികാരമായിട്ട് ആനന്ദത്തെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അഭിലഷണീയമായ വികാരമായിട്ട് നമുക്ക് ആനന്ദത്തെ പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. ശൈശവാവസ്ഥയിലെ ശാരീരികമായ സുഖാവസ്ഥയുടെ പ്രതികരണമായിട്ട് കുട്ടികൾ ആനന്ദം പ്രകടിപ്പിക്കാറുണ്ട്. അതായത് ശൈശവാവസ്ഥയിലെ ശാരീരികമായ ഒരു സുഖാവസ്ഥയുടെ പ്രതികരണമായിട്ട് കുട്ടികൾ ആനന്ദം പ്രകടിപ്പിക്കാറുണ്ട്. മിക്കവാറും പുഞ്ചിരിയിലൂടെയാണ് ഈ വികാരം പ്രകടിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. മിക്കവാറും പുഞ്ചിരിയിലൂടെയാണ് കുട്ടികൾ ആനന്ദം എന്ന് പറയുന്ന വികാരം പ്രകടിപ്പിക്കാറുള്ളത്. ഇനി അടുത്ത് വിഷാദം എന്ന് പറയുന്നൊരു വികാരമുണ്ട്. വിഷാദം എന്താണ്? വിഷാദം ഇഷ്ടപ്പെടുന്നവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായൊരു വേദനയെ ആണ് വിഷാദം എന്ന് നിർവചിക്കുവാൻ സാധിക്കുന്നത്. ഇഷ്ടപ്പെടുന്നവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദനയാണ് വിഷാദം. കുട്ടികളിൽ ഇത് കരച്ചിലായിട്ട് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ അതിനെ കരച്ചിലായിട്ട് പ്രകടിപ്പിക്കുന്നു. ഉള്ളിൽ ഒതുക്കപ്പെടുന്ന വിഷാദം ഉൾവലിവ്, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഭീതിജനകമായ സ്വപ്നങ്ങൾ തുടങ്ങിയ രീതികളിലാണ് ഇത് പ്രകടമാകുന്നത്. ഉള്ളിൽ ഒതുക്കപ്പെടുന്ന വിഷാദം ഉൾവലിവ്, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഭീതിജനകമായ സ്വപ്നങ്ങൾ തുടങ്ങിയ രീതികളിലാണ് പൊതുവെ പ്രകടമാകുന്നത്. ഇനി ജിജ്ഞാസ അഥവാ ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് ജിജ്ഞാസ അഥവാ
ക്യൂരിയോസിറ്റി എന്ന് നമുക്ക് നോക്കാം അല്ലേ. തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും അറിയാനായിട്ട് പ്രകടിപ്പിക്കുന്ന ആഗ്രഹം അല്ലേ. തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും അറിയാനായി പ്രകടിപ്പിക്കുന്ന ആഗ്രഹമാണ് അതാണ് ജിജ്ഞാസ എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് സ്നേഹം അഥവാ അഫക്ഷൻ അല്ലെങ്കിൽ ലവ് എന്ന വിശേഷണം എന്താണ്, എങ്ങനെയാണ് എന്ന് നോക്കാം. ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്ന ഒരു വികാരമാണ് ലവ് അഥവാ അഫക്ഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ ആവശ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരോടും കൂടെ കളിക്കുന്നവരോടും തനിക്ക് ആനന്ദവും സംതൃപ്തിയും നൽകുന്നവരോടും കുട്ടികൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ അവരെ സ്നേഹിക്കുന്നവരോടും അടുപ്പം പ്രകടിപ്പിക്കുന്നവരോടും കൂടുതൽ സ്നേഹപ്രകടനവും നടത്താറുണ്ട്. തൻ്റെ ആവശ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരോടും കൂടെ കളിക്കുന്നവരോടും തനിക്ക് ആനന്ദവും സംതൃപ്തിയും നൽകുന്നവരോടും കുട്ടികൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. കുട്ടികൾ അവരെ സ്നേഹിക്കുന്നവരോടും അടുപ്പം പ്രകടിപ്പിക്കുന്നവരോടും കൂടുതൽ സ്നേഹപ്രകടനം നടത്താറുമുണ്ട്. വൈകാരിക വികസനം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. വൈകാരിക വികസനം എന്താണ്? വൈകാരിക വികസനം കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ കണ്ടെത്തലുകളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ കണ്ടെത്തലുകൾ, വൈകാരിക വികസനത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് ഇന്ന് നോക്കുന്നത്. അതായത് കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ എം ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച മനഃശാസ്ത്രജ്ഞയുടെ പേരാണ് കാതറിൻ എം ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. കാതറിൻ ബ്രിഡ്ജസിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. കാതറിൻ ബ്രിഡ്ജസിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? വികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ പൊതുവായ രീതിയിലാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ പൊതുവായ രീതിയിലാണ് എന്നാണ് കാതറിൻ ബ്രിഡ്ജസ് പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്. 2 മുതൽ 3.5 വയസ്സുവരെ ദേഷ്യത്തിൻ്റെ വിസ്ഫോടനം കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ 2 മുതൽ 3.5 വയസ്സുവരെയുള്ള കുട്ടികളിൽ ദേഷ്യത്തിൻ്റെ തോത് വളരെ വളരെ കൂടുതലായിരിക്കും. ചില കുട്ടികളിൽ ആത്മസ്ഥാപനം എന്നത് വളരെ കൂടുതലാണ്. അതായത് സെൽഫ് അസർട്ടീവ് എന്ന് പറയുന്നതാണ് ആത്മസ്ഥാപനം. അപ്പോൾ ചില കുട്ടികളിൽ ആത്മസ്ഥാപനം അഥവാ സെൽഫ് അസർട്ടീവ് വളരെ വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. വളരുന്നതിനനുസരിച്ച് ദയയും അനുതാപവും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ കുട്ടി വളരുന്നതനുസരിച്ച് അവനിൽ സിമ്പതി അതേപോലെ തന്നെ എമ്പതി എന്ന വികാരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇനി പുതിയ ആളുകളോട് അനുകമ്പയും സൗഹൃദവും കാട്ടുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. പുതിയ ആളുകളോട് അനുകമ്പയും സൗഹൃദവും കാട്ടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം, നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘ ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് കാതറിൻ എം ബ്രിഡ്ജസ് പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘ ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് കാതറിൻ എം ബ്രിഡ്ജസ് പഠനം നടത്തിയിരിക്കുന്നത്. ഈ പഠന വിവരങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. അതാണ് ബ്രിഡ്ജസ് ചാർട്ട് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ബ്രിഡ്ജസ് ചാർട്ട് എന്താണ്? പഠന വിവരങ്ങൾ, അതായത് 2 വയസ്സ് മുതൽ 24 മാസം വരെയുള്ള വലിയ സംഘം ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ച് കാതറിൻ എം ബ്രിഡ്ജസ് നടത്തിയ പഠനങ്ങളാണ് ചാർട്ട് രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതാണ് ബ്രിഡ്ജസ് ചാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠനത്തിലെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പഠനത്തിലെ കണ്ടെത്തലുകൾ നവജാത ശിശുക്കളിൽ ഒരുതരം സന്ത്രാസം അഥവാ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നവജാത ശിശുക്കളിൽ ഒരുതരം സന്ത്രാസം അഥവാ ഇളക്കം മാത്രമാണ് കാണപ്പെടുന്നത്. അപ്പം നവജാത ശിശുക്കളിൽ ഒരുതരം സന്ത്രാസം അഥവാ എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് കാണപ്പെടുന്നത്. 3 മാസമാകുമ്പോൾ ഈ സന്ത്രാസം അല്ലെങ്കിൽ അസ്വാസ്ഥ്യമോ ഉല്ലാസമോ ആയിട്ട് വികാസം പ്രാപിച്ചു വരുന്നു എന്ന് കാണാം. 6 മാസമാകുമ്പോൾ നിഷേധാത്മക വികാരങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു. അതായത് അസ്വാസ്ഥ്യവും ഭയവും വെറുപ്പും കോപവുമായി പിൽക്കാലത്ത് ഇത് വികസിക്കുന്നു എന്നാണ് പറയുന്നത്. 12 മാസമാകുമ്പോൾ സൃഷ്ടിപരമായ വികാരങ്ങൾ രംഗത്തെത്തുന്നു. പ്രഹർഷവും പ്രിയവും ആയിട്ട് അത് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ 12 മാസമാകുമ്പോൾ സൃഷ്ടിപരമായ വികാരങ്ങൾ രംഗത്തെത്തുകയും പ്രഹർഷവും പ്രിയവുമായി വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി പ്രിയമുണ്ടെന്നാണ്. പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായി വേർതിരിഞ്ഞ് ആനന്ദം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായിട്ട് വേർതിരിഞ്ഞ് ആനന്ദം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഭാഷാ വികസനമുണ്ട്. എന്താണ് ഭാഷാ വികസനം അഥവാ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്? ഭാഷാ വികസനം അഥവാ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വെച്ചാൽ എന്താണ്? മനുഷ്യനെ മറ്റ് ജീവി മാർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നൊരു കഴിവുണ്ട്. അതാണ് ഭാഷാശേഷി എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റ് ജീവിവർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ ഭാഷാശേഷി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ശബ്ദവും അതിൻ്റെ വിന്യാസവും സംബന്ധിച്ച വ്യവസ്ഥ, സിൻടാക്സ്, അതാണ് ചേർന്നത് ഭാഷ എന്ന് പറയുന്നത്. ശബ്ദവും
അതിൻ്റെ വിന്യാസം സംബന്ധിച്ച വ്യവസ്ഥയും ചേർന്നതാണ് ഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശബ്ദവും അതിൻ്റെ വിന്യാസവും സംബന്ധിച്ച വ്യവസ്ഥയും ചേർന്നതാണ് ഭാഷ. ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വാചിക ചേഷ്ടകളുടെ, അതായത് വെർബൽ ബിഹേവിയർ എന്ന് നമ്മൾ പറയുന്നത്, വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനമെന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനാണ് BF സ്കിന്നർ എന്ന് പറയുന്നത്. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനമെന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനാണ് BF സ്കിന്നർ എന്ന് പറയുന്നത്. ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളുണ്ട്. ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ദ്രിയ അനുഭവം അഥവാ സെൻസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രഥമധാരണ അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നു. അടുത്തത് മെമ്മറി. മൂന്നാമത്തേത് മെമ്മറി അഥവാ ഓർമ്മ എന്ന് പറയുന്നു. നാലാമത്തേത് സങ്കല്പനം അഥവാ ഇമാജിനേഷൻ എന്ന് പറയുന്നു. അഞ്ചാമത്തേത് താരതമ്യം അഥവാ കമ്പാരിസൺ എന്ന് പറയുന്നു. ആറാമത്തേത് സംപ്രത്യയം അഥവാ കോൺസെപ്റ്റ് എന്ന് പറയുന്നു. അടുത്തത് യുക്തികരണം അഥവാ റീസണിങ് എന്ന് പറയുന്നു. അതായത് ഒന്നാമത്തേത് ഇന്ദ്രിയ അനുഭവം, രണ്ടാമത്തേത് പെർസെപ്ഷൻ അഥവാ പ്രഥമധാരണ, മൂന്നാമത്തേത് ഓർമ്മ, നാലാമത്തേത് സങ്കല്പനം, അഞ്ചാമത്തേത് താരതമ്യം, ആറാമത്തേത് സംപ്രത്യയം, ഏഴാമത്തേത് യുക്തികരണം. ഇങ്ങനെയാണ് 7 ഘടകങ്ങൾ ഉള്ളത്. ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങൾ മുന്നോട്ട് വച്ച പ്രമുഖരാരെന്ന് നോക്കാം. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങൾ മുന്നോട്ട് വച്ച പ്രമുഖരാണ് പിയാഷെ, നോം ചോംസ്കി, വൈഗോട്സ്കി എന്ന് പറയും അല്ലേ. പിയാഷെ, നോം ചോംസ്കി, വൈഗോട്സ്കി എന്നിവരാണ് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങൾ മുന്നോട്ട് വച്ച പ്രമുഖർ. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വച്ച ഭാഷാ ജാഗ്രത സമീപനം ഏതാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വച്ച ഭാഷാ സമഗ്ര സമീപനമാണ് വോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്ന് പറയുന്നത്. വോൾ ലാംഗ്വേജ് അപ്രോച്ച് പൊതുവെ ഇന്ന് ഭാഷാ പഠനത്തിന് സ്വീകരിക്കുന്നൊരു സമീപനമാണ്. അപ്പോൾ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വച്ച ഭാഷാ സമഗ്രതാ പഠനം, അതാണ് ഏതെന്ന് പറയുന്നത് വോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം ഉണ്ട് അല്ലേ. ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം ഏതൊക്കെയാണ്? 1 ശ്രവണം, 2 ഭാഷണം, 3 വായന, 4 ലേഖനം. ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമമാണ് ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നിവ. ഇനി നമുക്ക് ഭാഷാ വൈകല്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഭാഷാ വൈകല്യം എന്താണ്? ഭാഷാ വൈകല്യം എന്ന് നോക്കാം അല്ലെ. സാധാരണ കാണപ്പെടുന്ന ഭാഷണ വൈകല്യങ്ങളാണ് കൊഞ്ഞ അല്ലെ. നമ്മൾ കൊഞ്ഞ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ കാണപ്പെടുന്ന ഒരു ഭാഷാ വൈകല്യമാണ് കൊഞ്ഞ എന്ന് പറയുന്നത്. ലെസ്പിംഗ് എന്ന് പറയും അല്ലേ. അസ്പഷ്ടത അഥവാ സ്ലറിങ് എന്ന് പറയും. സ്ലറിങ് ആണ് അസ്പഷ്ടത. വിക്ക് അഥവാ സ്റ്റട്ടറിങ് എന്ന് പറയുന്നതാണ്, അല്ലെ സ്റ്റാമറിങ് എന്ന് പറയുന്നതാണ് വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ കാണപ്പെടുന്ന ഭാഷണ വൈകല്യങ്ങളാണ് കൊഞ്ഞ, അസ്പഷ്ടത, വിക്ക് എന്നിവ. പ്രധാനപ്പെട്ട ഭാഷാ വൈകല്യങ്ങളാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ സാധാരണ കാണപ്പെടുന്ന ഭാഷണ വൈകല്യങ്ങളാണ് നമ്മൾ പറഞ്ഞ കൊഞ്ഞ അഥവാ ലെസ്പിംഗ്, അസ്പഷ്ടത അഥവാ സ്ലറിങ്, വിക്ക് അഥവാ സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിക്ക്. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യമാണ് കൊഞ്ഞ എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യം, ഇതിനെയാണ് നമ്മൾ കൊഞ്ഞ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഭാഷാപരമായ കഴിവുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഭാഷാപരമായ കഴിവുകൾ ജനനം മുതൽ 18 ആഴ്ച, ആ 18 ആഴ്ച വരെയുള്ളൊരു കാലഘട്ടമാണ്. അതായത് അവ്യക്ത ശബ്ദം പുറപ്പെടുവിക്കുന്നു, ശബ്ദം കേട്ട ഭാഗത്തേക്ക് തലതിരിച്ച് നോക്കുന്നു എന്നിവയാണ് ജനനം മുതൽ ആദ്യത്തെ 18 ആഴ്ച വരെയുള്ള കുട്ടിയുടെ കഴിവുകളായിട്ട് കണക്കാക്കുന്നത്. 20 ആഴ്ച കഴിയുമ്പോൾ എന്താണ്, സ്വരശബ്ദങ്ങളും ഏതാനും വ്യഞ്ജന ശബ്ദങ്ങളും കുട്ടി പതുക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ 20 ആഴ്ച കഴിയുമ്പോൾ ഏതാനും വ്യഞ്ജന ശബ്ദങ്ങൾ കുട്ടി പതുക്കെ പുറപ്പെടുവിച്ച് തുടങ്ങുകയാണ്. ഇനി 6 മാസം കഴിയുമ്പോഴോ ബബ്ലിംഗ്, അതായത് ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ ശബ്ദങ്ങളും കുട്ടി പുറപ്പെടുവിക്കും 6 മാസം കഴിയുമ്പോഴും. 8 മാസം കഴിയുമ്പോഴോ ചില പ്രത്യേക ശബ്ദങ്ങൾ ആവർത്തിക്കുകയാണ്. അതായത് അമ്മ അമ്മ എന്നൊക്കെയുള്ള ആ വിളി കുട്ടി ആവർത്തിക്കുന്നത് 8 മാസം കഴിയുമ്പോഴാണ്. ഇനി 12 മാസം കഴിയുമ്പോഴോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ഏതാനും വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് 12 മാസം കഴിയുമ്പോഴുള്ളത്.
ഇനി 18 മാസം കഴിയുമ്പോഴോ ഏതാണ്ട് 50ഓളം പദങ്ങൾ ഉച്ചരിക്കുന്നു തുടങ്ങുന്നൊരു ഘട്ടമാണ്. 18 മാസം കഴിയുമ്പോൾ ഏതാണ്ട് 50ഓളം പദങ്ങൾ ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 24 മാസം കഴിയുമ്പോഴും ഇരട്ടപ്പദങ്ങളടങ്ങിയ ഫ്രേസസ് അഥവാ വാക്യങ്ങൾ പറയുന്നു, അല്ലെ, ഇരട്ടപ്പദങ്ങളടങ്ങിയ വാക്യങ്ങൾ അഥവാ ഫ്രേസസ് പറയുന്നതാണ് ഈ 24 മാസം കഴിയുമ്പോൾ. ഇനി 30 മാസം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? 30 മാസം കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? 3 മുതൽ 5 വരെ പദങ്ങളടങ്ങിയ വാക്യങ്ങളാണ് പറയുന്നത്. 30 മാസം കഴിയുമ്പോൾ 3 മുതൽ 5 വരെ പദങ്ങളടങ്ങിയ വാക്യങ്ങൾ പറയുന്നു, 100 കണക്കിന് പദങ്ങൾ മനസ്സിലാക്കുന്നു എന്നിവയാണ് പ്രത്യേകത. ഇനി 36 മാസമാകുമ്പോഴുള്ള പ്രത്യേകതയാണ് അടുത്ത് പറയുന്നത്. 36 മാസമാകുമ്പോഴത്തേക്കും 1000ഓളം പദങ്ങൾ അർത്ഥപൂർണ്ണമായിട്ട് പറയുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യും കുട്ടി. 1000ഓളം പദങ്ങൾ അർത്ഥപൂർണ്ണമായിട്ട് പറയുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇനി 48 മാസമാകുമ്പോഴോ ഭാഷയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് 48 മാസം എന്നത് പൂർത്തിയാകുമ്പോൾ കേട്ടോ. 48 മാസം പൂർത്തിയാകുമ്പോഴും ഈ ഒരു ഘട്ടമാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 1000ഓളം പദങ്ങൾ അർത്ഥപൂർണ്ണമായിട്ട് പറയുന്നത് 36 മാസം കഴിയുമ്പോഴാണ്. 48 മാസം എന്ന് പറയുമ്പോൾ ഭാഷയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നിലധികം പദങ്ങൾ സാധാരണമായിട്ട് അല്ല അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്നൊരു ഭാഷണ വൈകല്യമുണ്ട്. അതാണ് അസ്പഷ്ടത, അതായത് വ്യക്തമാകാതെ വരിക എന്നാണ് പറയുന്നത്. ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യത്തെയാണ് അസ്പഷ്ടത എന്ന് പറയുന്നത്. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുൻപ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിക്ക് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുൻപ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ വിക്ക് അഥവാ സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതാണ് സ്റ്റാമറിങ് എന്ന് പറയും, അല്ലേ? ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാമറിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. ഭാഷാവികാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ടല്ലോ. എന്താണ് ഭാഷാവികാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ? പിയാഷെയുടെ ആ ഒരു രീതിയെ നമുക്കൊന്ന് നോക്കാം, അല്ലെ? ഭാഷാവികാസത്തെ സംബന്ധിച്ചുള്ള പിയാഷെയുടെ കാഴ്ചപ്പാടുകൾ നോക്കാം. അതായത് കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അഹം കേന്ദ്രീകൃതം എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് അഹം കേന്ദ്രീകൃതവും, അതായത് ഈഗോ സെൻട്രേഡ് എന്ന് പറയും. രണ്ടാമത്തേത് സാമൂഹികൃതം, അല്ലെ? സാമൂഹ കേന്ദ്രീകൃതം അഥവാ സാമൂഹികൃതം എന്ന് പറയും. അതാണ് സോഷ്യലൈസ്ഡ്. സാമൂഹീകൃതം അഥവാ സമൂഹ കേന്ദ്രീകൃതം, അതാണ് രണ്ടാമത്തേത്. ആവർത്തിച്ചോ സ്വഗതമായോ സാമൂഹിക സ്വഗതമായോ ഉള്ള സംസാരമാണ് അഹം കേന്ദ്രീകൃതം അഥവാ തനിയെയുള്ള സംഭാഷണത്തിനെയാണ് നമ്മൾ അഹം കേന്ദ്രീകൃത സംഭാഷണം എന്ന് വിളിക്കുന്നത്. അതായത് ശ്രോതാക്കൾക്ക് പങ്കില്ലാത്ത ഭാഷണം അഹം കേന്ദ്രീകൃത ഭാഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രോതാക്കൾക്ക് പങ്കില്ലാത്ത ഭാഷണത്തിനെയാണ് അഹം കേന്ദ്രീകൃത ഭാഷണമായിട്ട് കണക്കാക്കുന്നത്. അന്യരെ വിമർശിച്ചുകൊണ്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അന്യരെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, ഇങ്ങനെയുള്ളത്. അപ്പം അന്യരെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ സാമൂഹീകൃത ഭാഷണം എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. സാമൂഹീകൃത ഭാഷണം. സാമൂഹീകൃത ഭാഷണത്തിൽ ശ്രോതാവിനോട് സംസാരിക്കുന്നു, അല്ലെ? സാമൂഹീകൃത ഭാഷണത്തിൽ ശ്രോതാവിനോടാണ് സംസാരിക്കുന്നത്, കേൾക്കുന്നയാളിനോടാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ 2-3 വർഷങ്ങളിലെ ഭാഷണം എന്താണ്? അധികവും അഹം കേന്ദ്രീകൃതമാണ്. ആദ്യത്തെ 2-3 വർഷങ്ങളിലെ ഭാഷണം എന്ന് പറയുന്നത് അധികവും അഹം കേന്ദ്രീകൃതമാണെന്ന് പറയുന്നത്. അതിനുശേഷം ഭാഷണം കൂടുതൽ സാമൂഹികൃതമായി തീരുന്നുവെന്നും പറയുന്നുണ്ട്. ആദ്യത്തെ 2-3 വർഷങ്ങളിലെ ഭാഷണം അധികവും അഹം കേന്ദ്രീകൃതവും അതിനുശേഷം ഭാഷണം എന്ന് പറയുന്നത് കൂടുതൽ സാമൂഹികൃതവുമായി തീരുന്നു. പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കുന്നതിനേക്കാൾ അന്യരോട് സംസാരിക്കുവാനുള്ള പ്രവണതയാണ് കൂടി വരുന്നത്. അപ്പോൾ പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കുന്നതിനേക്കാൾ അന്യരോട് സംസാരിക്കുവാനുള്ള പ്രവണതയാണ് കൂടി വരുന്നത്. അടുത്തത് നോം ചോംസ്കിയാണ്. അപ്പോൾ നോം ചോംസ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി. ഇപ്പം നോം ചോംസ്കിയാണ് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. നോം ചോംസ്കിയാണ്. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയാണ് നോം ചോംസ്കി. നോം ചോംസ്കി എന്ന വ്യക്തി എഴുതിയിരിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം എന്ന ഭാഷാവികസനം മുന്നോട്ട് വെച്ചതാരാണ്? നോം ചോംസ്കി തന്നെയാണ്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം എന്ന ഭാഷാവികസന സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരാണ്? നോം ചോംസ്കി തന്നെയാണ്. ഈ നോം ചോംസ്കിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? സിന്തറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. സിന്തറ്റിക് സ്ട്രക്ചേഴ്സ്, കറൻറ്റ് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻസ് ഓൺ ലാംഗ്വേജ്. അതായത് ചോംസ്കിയുടെ പ്രസിദ്ധ ഗ്രന്ഥങ്ങൾ എന്തെല്ലാമാണ്? സിന്തറ്റിക് സ്ട്രക്ചേഴ്സ്, കറൻറ്റ് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻസ് ഓൺ ലാംഗ്വേജ് എന്നിവയെല്ലാം ചോംസ്കിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഭാഷയുടെ വികാസത്തിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ചോംസ്കി എന്ന് പറയുന്നത്.
ഭാഷയുടെ വികാസത്തിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണമുണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ചോംസ്കി. കുട്ടിയുടെ ഭാഷാവികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. കുട്ടിയുടെ ഭാഷാവികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്, അല്ലേ? ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടന്നു വരുന്നത്. ഇനി ഭാഷയുടെ പ്രാക് രൂപമുണ്ട്, അല്ലേ? ഭാഷയുടെ പ്രാക് രൂപം, നമ്മുടെ മസ്തിഷ്കത്തിൽ ഭാഷയുടെ പ്രാക് രൂപമുണ്ട്. അതുപയോഗിച്ച് ഭാഷ നിർമ്മിച്ചെടുക്കാനായിട്ട് കുട്ടിയെ പ്രാപ്തമാക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് നോം ചോംസ്കി. ഭാഷയുടെ പ്രാക് രൂപം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് എന്നും അതുപയോഗിച്ച് ഭാഷ നിർമ്മിച്ചെടുക്കാനായിട്ട് കുട്ടിയെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് നോം ചോംസ്കി തന്നെയാണ് അത്തരത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന് പറയുന്നുണ്ടല്ലേ? രചനാന്തരണ പ്രജനന വ്യാകരണം, അതായത് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നാണ് അറിയപ്പെടുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന ആശയത്തിൻ്റെ വക്താവാണ് നോം ചോംസ്കി. രചനാന്തരണ പ്രജനന വ്യാകരണം അഥവാ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നതാണ്, അതാണ് നോം ചോംസ്കി. ഈ ആശയത്തിൻ്റെ വക്താവാണ് നോം ചോംസ്കി. ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ സംഭാഷണം, കഥാ അവതരണം, കവിത ആലാപനം, അനുഭവ വിവരണങ്ങൾ, യാത്രാ വിവരണങ്ങൾ എന്നിവയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ സംഭാഷണം, കഥാ അവതരണം, കവിത ആലാപനം, അനുഭവ വിവരണം ഇവയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? അത് നോം ചോംസ്കി തന്നെയാണ്. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കി തന്നെയാണ്. വാക്കുകളോ വാക്യങ്ങളോ എല്ലാം മനസ്സിൽ തങ്ങേണ്ടത് നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വാക്യങ്ങളോ വാക്കുകളോ എല്ലാം മനസ്സിൽ തങ്ങേണ്ടത് നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാവണം. ഒരു വൈകാരിക സമഗ്ര ചിത്രം മനസ്സിൽ നിർമ്മിച്ചെടുക്കാനാണ് കുട്ടികളെ പ്രാപ്തനാക്കേണ്ടത് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അപ്പോൾ വൈഗോട്സ്കിയുടെ ആശയമാണ് വാക്കുകളോ വാക്യങ്ങളോ അല്ല മനസ്സിൽ തങ്ങേണ്ടത് നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാണെന്നും ഒരു വൈകാരിക സമഗ്ര ചിത്രം മനസ്സിൽ നിർമ്മിച്ചെടുക്കാനാണ് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതെന്നും പറഞ്ഞത് വൈഗോട്സ്കിയാണ്. സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞതാരാണ്? അത് വൈഗോട്സ്കിയാണ്. സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അപ്പോൾ വൈഗോട്സ്കിയാണ് സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടവുമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണ് ഉള്ളത്, അല്ലേ? ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണ് ഉള്ളത് എന്നും രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്നും പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അപ്പോൾ ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളതെന്നും രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്നും പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. 1896 1934 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ബാഹ്യവും സമൂഹവൽകൃതവുമായ വാചിക ഭാഷണത്തിൽ നിന്ന് അന്തസ്സംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചതും ഇതേ വൈഗോട്സ്കി തന്നെയാണ്. ബാഹ്യവും സമൂഹവൽകൃതവുമായ വാചിക ഭാഷണത്തിൽ നിന്ന് അന്തസ്സംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചതും ഇതേ വൈഗോട്സ്കി തന്നെയാണ്. ആന്തരീകരണം ചിന്തയെ സഹായിക്കുന്നുവെന്നും വ്യവഹാരത്തെയും യുക്തിചിന്തനത്തെയും ക്രമീകരിക്കുന്നു എന്നും പറഞ്ഞതും ആരാണ്? വൈഗോട്സ്കി തന്നെയാണ്. ചിന്തയും ഭാഷണവും തമ്മിൽ സമ്പൂർണ്ണ സംയോജനം നടക്കുന്നില്ല എന്നും ജപപഠനം അഥവാ റോട്ട് ലേണിംഗ് പ്രാക് ചിന്താഭാഷണത്തിലേക്ക് നയിക്കുന്നു എന്നും സ്മൃതിയിൽ വാചിക രേഖകൾ പ്രതിഷ്ഠാപിതമാകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. അതായത് ആന്തരീകരണം ചിന്തയെ സഹായിക്കുന്നുവെന്നും വ്യവഹാരത്തെയും യുക്തിചിന്തനത്തെയും ക്രമീകരിക്കുന്നുവെന്നും വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ചിന്തയും ഭാഷണവും തമ്മിൽ സമ്പൂർണ്ണമായ സംയോജനം നടക്കുന്നില്ല എന്നും ജപപഠനം അഥവാ റോട്ട് ലേണിംഗ് പ്രാചിന്താ ഭാഷണത്തിലേക്ക് നയിക്കുന്നുവെന്നും സ്മൃതിയിൽ വാചികരേഖകൾ അഥവാ വെർബൽ സ്ട്രൈപ്സ് പ്രതിഷ്ഠാപിതമാകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. അപ്പോൾ ബാസിസ് അക്കാഡമി നൽകുന്ന ഈ ക്ലാസ്, അതായത് നമ്മുടെ ILP UP സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്